നമ്മുടെ സ്വന്തം വണ്ടി കഴുകാനുള്ള പെർമിഷൻ ഇവര് തന്നിട്ടില്ല. പൂജ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടോ? പുതിയ തീരുമാനത്തിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ സാധാരണക്കാർ ഇപ്പൊ ഇവര് പറഞ്ഞ ഒരു റൂൾസ് പ്രകാരം ഇപ്പൊ ഏത് സാധാരണക്കാരും വലിയ മോഡിഫൈഡ് വണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഞാനും ഇപ്പൊ മോഡിഫൈഡ് വണ്ടിയായിരിക്കും. കാരണം നമ്മുടെ എന്താ പാലക്കാടാണ്, നല്ല വെയിലാണ്, അത്യാവശ്യം നല്ല വെയിലുള്ള ക്ലൈമറ്റ് ആണ്. നമ്മൾ ചെറിയ രീതിക്ക് കൂളിംഗ് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇവര് പറഞ്ഞ പോലെ സ്റ്റിയറിംഗ് കവറ്, മാറ്റ്, ഇതൊക്കെ ഏതൊരാളും പെർമിഷൻ ഇല്ലാതെ പെർമിഷനോട് കൂടിയും ചെയ്യുന്ന കാര്യങ്ങളെ ഇവര് പറഞ്ഞിട്ടുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇതിപ്പോ നമ്മള് ഏതൊരു ചെറുപ്പക്കാരനും UDF-ലേക്ക് പോയതിന്റെ മെയിൻ റീസൺ പിള്ളേർക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്ത് മോഡിഫിക്കേഷൻ ഒരു അനുമതി നൽകും എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആണ്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളുമായിട്ട് ഒരു ഇതുമില്ല. VD സാർ എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പക്കാരല്ലേ, അവരുടെ ആഗ്രഹമില്ല, അവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. എന്താഗ്രഹം? ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ് സാറ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ആകെ പറഞ്ഞതിൽ ഒരു സ്റ്റിക്കർ വർക്ക് ചെയ്യാം, ഇത്തിരി ലൈറ്റ് യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അതും പെർമിഷൻ ഇല്ലാതെ പെർമിഷനോട് കൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഏതൊരു സാധാരണക്കാരനെ അല്ലെങ്കിൽ വണ്ടിപ്രാന്തന്മാരെ പിടിക്കുമ്പോഴും ഇവര് തൊട്ടാമുട്ടിയ ഫൈൻ തരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഇതൊന്നും അല്ല ഞങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളൊരു എക്സോസ്റ്റിന്റെ പെർമിഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ വണ്ടികളെ റൂഫിന്റെ കാര്യങ്ങൾ, താത്തുന്ന കാര്യങ്ങൾ, പൊക്കുന്ന കാര്യങ്ങൾ, ഒരു ഷോയ്ക്ക് ഇറക്കുന്ന കാര്യങ്ങൾ, ഇതിനെ കുറിച്ചൊന്നും നിങ്ങൾ സംസാരിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞതും നമ്മൾ ഉദ്ദേശിച്ചതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാണ്ടായിപ്പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് അല്ല, ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. നമ്മൾ വിചാരിച്ച കാര്യങ്ങളും സാറ് പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാണ്ടായിപ്പോയി. ഒരു മോഡിഫിക്കേഷൻ പറഞ്ഞ കമ്പനി സ്പെക്ക് അല്ലാണ്ട് ഒരു എക്സ്ട്രാ ലൈറ്റോ ഇല്ലെങ്കിൽ ഒരു എക്സ്ട്രാ എന്തെങ്കിലും ഒരു ഫിറ്റിങ്സ് പറയുമ്പോൾ അതിപ്പോഴും പഴയ ലെവലിൽ തന്നെ നിൽക്കുന്നത്. അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല അപ്പോഴും. പിന്നെ പറയാൻ പോയി ഒരു 50% സൺഫിലിം ഒട്ടിക്കുകയാണ്. ഇത് 2 months ബാക്ക് ഇത് ഓൾറെഡി അനൗൺസ് ചെയ്തു. പിന്നെ നമുക്ക് വേണ്ടത് മെയിനായിട്ട് ഈ ഹിൽ റേഞ്ചിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ ഫോഗ് ലൈറ്റ്സ്, ഇതൊക്കെ അത് അലോഡല്ല. അതേസമയം കമ്പനി സ്പെക്കായിട്ട് വരുന്ന കാറുകൾക്ക് എക്സ്ട്രാ ലൈറ്റ്, അതിൻ്റെ കൂടെ മറ്റേ അടിയിൽ ബമ്പറിൻ്റെ ലൈറ്റ്സ്, ഇതെല്ലാം ഹാലോജൻ ബൾബ് ഇട്ടിട്ട് എങ്ങനെ വേണമെങ്കിൽ ഓട്ടിക്കാം. പക്ഷേ നമുക്ക് ഒരു കോമൺ മാനിന് അത് എത്ര യൂസ് ആവുമെന്ന് അറിയില്ല. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹൈവേയിലൊക്കെ ചീരിപായ കാറുകളൊക്കെ 4 ലൈറ്റ് ഇട്ടിട്ടാണ് വരുന്നത്, കമ്പനി സ്പെക്കാണെന്ന് പറയുന്നത്. അതേസമയം നമ്മുടെ ഈ പഴയ വണ്ടികൾക്ക് അല്ലെങ്കിൽ ഒരു 2000 മോഡൽ വണ്ടിക്ക് ഒരു എക്സ്ട്രാ ലൈറ്റ് മാറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ RTO വന്നിട്ട് അതിന് അഴിച്ചു കൊണ്ടുപോകണം. ഇത് നല്ലതല്ല. എന്താ പറഞ്ഞാൽ എല്ലാവരും കോമൺ ആയിട്ട് കാണണമെന്നാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. കരുതുന്നത് മോഡിഫിക്കേഷന്റെ റൂൾ അല്ല ഇപ്പൊ ആക്ച്വലി വന്നിട്ടുള്ളത്. മുന്നേ ഒരു സാധാരണക്കാരൻ ഒരു വണ്ടിയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് പുള്ളിക്ക്. അതായത് ഒരു മുഖ്യമന്ത്രി എന്നുള്ളൊരു നിലയിൽ ഈ ഇലക്ഷന്റെ തൊട്ട് മുന്നേ വരെ മോഡിഫിക്കേഷൻ യുവത്വത്തിന്റെ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ ഒരു താല്പര്യമുള്ള ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്യാം എന്നുള്ളൊരു സംഭവം പുള്ളിക്കാരൻ പറഞ്ഞു. മോഡിഫിക്കേഷൻ പരമാവധി കാര്യങ്ങൾ ചെയ്തു തരാം. നമ്മളും പ്രതീക്ഷിച്ചത് അലോയ് വീല്, ഇപ്പൊ പുറത്തേക്ക് തള്ളി നിൽക്കാത്ത അലോയ് വീലുകൾ, ഇപ്പൊ സൈലൻസർ ഒന്നും പറയുന്നില്ല, പിന്നെ ചെറിയ ചെറിയ ലൈറ്റുകൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അപ്രൂവ് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഇത് പുള്ളിക്കാരൻ ഒരു വാക്ക് പറഞ്ഞു പോയല്ലോ എന്നുള്ള കാര്യത്തിന് വേണ്ടി എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ, ഇപ്പൊ സ്റ്റിയറിംഗ് കവർ, ഇതൊക്കെ നമ്മൾ പണ്ട് തൊട്ടേ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ ഇപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും മോട്ടോർ വാഹന വകുപ്പാണെങ്കിലും നമുക്ക് ഫൈൻ ഇടലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ ഫ്ലോർ മാറ്റ്, സീറ്റ് കവർ, അതൊക്കെ നമ്മൾ പണ്ടും ഒരു 10-20 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതല്ല ശരിക്കും ഏതൊരു വണ്ടിപ്രാന്തനും എല്ലാവരും നിരാശപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ് മെയിൻ പറയാനുള്ളത് കാര്യം. അതായത് പ്രതീക്ഷിച്ചതൊന്ന്, വോട്ട് കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ എല്ലാം മാറി. പിന്നെ പറയുമ്പോൾ 18 തരത്തിലുള്ള മോഡിഫിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തു എന്നാണ് പറയണത്. പക്ഷെ ഇതിലത്തെ എന്താണ് മോഡിഫിക്കേഷൻ എന്നുള്ളത് ഇപ്പോഴും ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ അത് എന്താന്നുള്ളത് ഇനിയിപ്പോ സതീഷ് സാറ് തന്നെ ഇപ്പൊ ഇനി അടുത്തുള്ള ചർച്ചയിൽ എന്ത് പറഞ്ഞിരിക്കണം, അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ബാക്കി നോക്കാം. വോട്ടിന് ഇലക്ഷന് മുന്നേ എന്താണോ പറഞ്ഞത്, ഇലക്ഷന് ശേഷം പറഞ്ഞതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാണ്ടായിപ്പോയി.